പുതിയൊരു കിടില സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ വന്നിട്ടുണ്ട്. ഏജന്റ് കിം റീആക്ടിവേറ്റഡ്. ഇത് നമ്മുടെ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ ടീച്ച് യു ലെസൺ ഒക്കെ പറഞ്ഞില്ലേ, അതുപോലെ ഒരു പ്രോപ്പർ ആക്ഷൻ സീരീസാണ്. ടീച്ച് യു ലെസൺ കമ്പാരിറ്റീവ്ലി അതിൽ ആക്ഷൻ സീക്വൻസുകൾ കുറച്ചൊരു പോർഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിലങ്ങനെയല്ല, ത്രൂ ഔട്ട് ആക്ഷനാണ്. നമുക്ക് ഭയങ്കര അധികം പരിചയമുള്ള ഒരു പ്ലോട്ടാണ് ഈ സിനിമയിൽ. ഒരു പഴയൊരു സീക്രട്ട് ഏജന്റ്, ആളൊരു ഐഡന്റിറ്റി ഒക്കെ മറച്ചു വെച്ചിട്ടുള്ളൊരു ക്യാരക്ടർ, അയാളുടെ കുട്ടീനെ, മകളെ കുറച്ച് പേര് തട്ടിക്കൊണ്ടുപോകും. സോ ഈ ചങ്ങായി മകളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു സെറ്റപ്പാണ്. ഇത് എത്ര സിനിമകളിലും സീരീസുകളും നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ അറിയില്ല. കാരണം അത്രയും യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു പ്ലോട്ടാണ്. പക്ഷേ ഈ സാധനം വെച്ചിട്ടും ഭയങ്കര എൻഗേജിങ് ആയിട്ട് ഈ സീരീസ് ത്രൂ ഔട്ട് കൊണ്ടുപോകുന്നുണ്ട്. 10 എപ്പിസോഡുകളുണ്ട്. ഇന്നാണ് ഇതിൻ്റെ ഫിനാലെ ഇറങ്ങുക. ഒരു ഒരു കംപ്ലീറ്റ് ഇൻ ആൻഡ് ഔട്ട് ആക്ഷൻ സീരീസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എവിടേക്ക് വല്ലപ്പോഴൊക്കെ വന്നു പോകുന്ന ആക്ഷൻ സീക്വൻസുകളല്ല. ഈ സീരീസിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ ഒരു 1-2 എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ആക്ഷൻ ഒരു പ്ലോട്ട് ഒരു 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 പകുതി വരെ കാണുന്നുണ്ടാവുള്ളൂ. പക്ഷേ പിന്നീട് അങ്ങോട്ട് പോകെ ചില എപ്പിസോഡുകളിലൊക്കെ ആക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ചില സീക്വൻസുകളൊക്കെ ഭയങ്കര ഹൈ ഇൻറ്റൻസ് ആയിട്ട് നമുക്ക് ടെൻഷൻ അടുപ്പിക്കുന്ന രീതിയിൽ ഈ കുട്ടീനെ കിട്ടുമോ എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ സാധനം പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ഷൻ സീരീസുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല വെൽ കൊറിയോഗ്രാഫ്ഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസുകളുള്ള ഒരു സീരീസാണ്. കുറേ നല്ല സെറ്റ് പീസസുകളുണ്ട്. ഈ കിം എന്ന് പറയുന്ന ഒരു മെയിൻ ക്യാരക്ടറാണ്. ആളെ വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റോറി ഫുള്ളായിട്ട് കൊണ്ടുപോകുന്നുണ്ടാവുക. ഈ ചങ്ങായി പഴയൊരു സീക്രട്ട് ഏജൻറ്റാണ്. ഒരു സ്പൈ പോലത്തെ ഒരു കോവേർട്ട് ഓപ്പറേഷൻ നടത്തുന്ന ഒരു പഴയ ആളായിരുന്നു. ആക്ച്വലി ഈ ചങ്ങായി മറ്റേ നോർത്ത് കൊറിയയിലുള്ള ആൾ. സോ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ട്രെയിനിങ് കിട്ടി വന്നിട്ടുള്ളൊരു ചങ്ങായിയാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് ഈ കുറേ കാലം ഇവിടെ താമസിച്ചതിന് ശേഷം ഒരു പെൺകുട്ടീനെ കണ്ടുപിട്ടി കല്യാണം കഴിച്ച് അവർക്ക് കുട്ടിയായി. അങ്ങനെ ഫാമിലി ലൈഫ് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മറ്റേ ഈ സക്കമോട്ടോ ഡേയ്സ് ഒക്കെ ഇല്ലേ, ആനിമി, അതേപോലത്തെ ഒരു സാധനം. സോ അങ്ങനെ ഒന്നും വേണ്ട, പാസ്റ്റ് ലൈഫ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഭാര്യയുടെ വാക്കും കേട്ട് ഭാര്യ മരിച്ചു, മകളും ആളും മാത്രമേ ഉള്ളൂ. സോ ഒരു നോർമൽ ഫാദറായിട്ട്, ഒരു നോർമൽ വൈറ്റ് കോളർ ജോബുള്ള ഒരു നോർമൽ ഫാദറായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നത്. സോ ആളുടെ മകളെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ ആൾ എന്തൊക്കെ കാണിച്ചു കൂട്ടും. പഴയത് അല്ല, മൂപ്പർ ആരായിരുന്നു എന്തായിരുന്നു എന്നുള്ളത് റിവീലിങ് കുറേ സാധനങ്ങളുണ്ട്. അവിടെ മുതലാണ് ഈ സാധനങ്ങൾ തുടങ്ങുക. ഒരു ഹൈ തന്നിട്ട് പിന്നീട് അങ്ങോട്ട് ഇങ്ങേർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരാൾ വന്നാലല്ല, ഒരു 10-30 ആൾ വന്നാൽ അടിച്ച് നിൽക്കാൻ കെൽപ്പുള്ള ആളാണ് എന്നുള്ള രീതിയിൽ നമുക്ക് മൂപ്പർ എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിക്കും. എല്ലാം ഭയങ്കര ഗ്രൗണ്ടഡ് ആണ്. ഒരു ഹൈ ഒക്ടെയിൻ, ഒരു ഓവർ ദി ടോപ്പ് ആക്ഷൻ സീക്വൻസുകളൊന്നുമില്ല. എല്ലാം ഭയങ്കര നോർമലായിട്ടുള്ള സാധനങ്ങൾ. ആൻഡ് മൂപ്പർ ഒറ്റയ്ക്കല്ല, മൂപ്പരുടെ കൂടെ ഇതേപോലെ തന്നെ 2 പേരും കൂടെ ഉണ്ട്. ഇവരും അച്ഛന്മാർ തന്നെയാണെന്ന് പറയാം. ഇതേപോലെ മൂപ്പരുടെ പണ്ട് ഈ കവോട്ട് ഓപ്പറേഷൻസിലൊക്കെ കൂടെ ഉണ്ടായിരുന്ന പഴയ വേറെ സ്പൈകളാണ്. അവരും ഇതേപോലെ വേറെ സെപ്പറേറ്റ് ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്ന ക്യാരക്ടേഴ്സ്. ഒരു കരാട്ടെ മാഷായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾ, ദെൻ വേറൊരാൾ ഒരു മിലിറ്ററിയിലൊക്കെ ജോയിൻ ചെയ്ത്, എന്നാൽ കുറച്ച് കോമഡിയൊക്കെ നിറച്ച് ആണ് ആ ഒരു ക്യാരക്ടറിൻ്റെ പൂ. സോ ഈ 3 കൂടിയാണ് ഇവരുടെ ഒരു ട്രയോഡായ ഒരു ജേണിയാണ് ഫുള്ളായിട്ട് കാണിക്കുക. പക്ഷേ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കാണിക്കുക ഏജന്റ് കിം തന്നെയാണ്. ആളുടെ ആ ഒരു ഇമോഷണൽ സൈഡും കാണിച്ചു തരുന്നുണ്ട്. ഈ മകളായിട്ടുള്ള ബോണ്ടിങ്ങും, ആൾക്ക് വേറെ ആരുമില്ല, ഈ മകൾ തന്നെ ഉള്ളൂ. പക്ഷെ മകളെ തിരിച്ചു കിട്ടണം എന്നുള്ളത്, മകളായിട്ട് തലേദിവസം ഒരു അടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിറ്റേ ദിവസമാണ് ഈ സാധനം പോവുക. ആൻഡ് ഇത് ഒരു മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന സെർച്ചൊന്നുമല്ല. ജസ്റ്റ് ആ ഒരു മണിക്കൂറുകളും ഒരു ദിവസം 2 ദിവസം അങ്ങനത്തെ അടുത്തടുത്ത സാധനങ്ങളാണ്. അപ്പോൾ ആ ഒരു ചെറിയ സ്പേസിനകത്ത്, ആ ചെറിയ ടൈമിനുള്ളിൽ എത്രത്തോളം ഇൻറ്റൻസ് ആയിട്ട് പാക്ക് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഈ ഹീറോസിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് പോലെ തന്നെ കുറേ സെറ്റ് ഓഫ് വില്ലൻസ് ഉണ്ട് ഇതിൽ. അതുകൊണ്ടാണ് ഈ സാധനം ഇങ്ങനെ എൻഗേജ് ചെയ്ത് ഓരോ എപ്പിസോഡും കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഒതുക്കേണ്ട സാധനം ഉണ്ടാവുള്ളൂ എന്ന് തോന്നും. പക്ഷേ ഇതങ്ങനെയല്ല. ഒരു വലിയ ത്രെട്ടാണ്. അതായത് ഇവരെ കൊണ്ടുപോയിട്ടുള്ള ഒരു ക്രിമിനൽ ഓർഗനൈസേഷൻ, നമ്മുടെ ജയിലറിലൊക്കെ പറയില്ലേ, എന്നെ തൊട്ടാൽ കുറേ പേര് വരും, അല്ലെങ്കിൽ നമ്മൾ LCUവിലൊക്കെ പറയില്ലേ, ഒരു ചെയിൻ ഓഫ് ഗ്യാങ്സ്റ്റേഴ്സാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് ആണ്. സോ ഒന്ന് കഴിഞ്ഞ് അടുത്തേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ത്രെട്ട് ലെവൽ കൂടിയിട്ടാണ് വരും. നമ്മളിപ്പോൾ ഗെയിമൊക്കെ കളിക്കുന്ന പോലെ അടുത്തടുത്തെന്ന് പറഞ്ഞിട്ട് വലിയ ഈ ചെയിൻ ഇങ്ങനെ കൂടി വരുമ്പോൾ ഇവരടിച്ചു പോകുന്ന വലിയ ആൾക്കാരിലേക്കാണ്. സോ ഈ ത്രെട്ട് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഒരു സൈഡ് കിഡ്നാപ്പ് കൊണ്ടുപോയ ആൾക്കാർ. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈ ചങ്ങായി ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞതും ഇത് നാട്ടിൽ ഫുൾ ഫ്ലാഷ് ആവും. അങ്ങനെ ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്, അത് പണ്ട് നമ്മുടെ നിന്ന് വിട്ടുപോയിട്ട് പഴയ സീക്രട്ട് ഏജൻ്റ് ആണെന്ന് പറഞ്ഞ് പണ്ട് ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സ്പൈ ഓർഗനൈസേഷൻ, ആ ഒരു നോർത്ത് കൊറിയയിൽ ഉണ്ടായിരുന്ന ആൾക്കാരും ഈ ചങ്ങായിനെ അന്വേഷിച്ച് വരും. ഇതിൻ്റെ ഇടയിൽ കൂടെ അവിടെ വെച്ച് മൂപ്പർക്ക് റിവെഞ്ച് നടത്തണം, അല്ലെങ്കിൽ മൂപ്പര് ഒരാളുടെ ബ്രദറെ കൊന്നു എന്ന് പറഞ്ഞ് അതിനുവേണ്ടി റിവെഞ്ചിന് വരുന്ന വേറൊരു ക്യാരക്ടറും ഇതേപോലെ തന്നെ സ്പൈ ആയിട്ടുള്ള ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ഇങ്ങനെ പല രീതിക്കുള്ള ത്രെഡ്സാണ്. ഒന്ന് ഇതിൽ കൂടെ, ഒന്ന് അതിൽ കൂടെ, ഒന്ന് ഇപ്പുറത്ത് കൂടെ, ഇതെല്ലാം ഹാർഡിൽ ചെയ്ത് എങ്ങനെയാണ് ഒരു ക്യാരക്ടർ ആ മകളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അടുത്തെത്തുമ്പോഴേക്കും ഇവരൊക്കെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിട്ടുണ്ടാവും പല സിറ്റുവേഷൻസിൽ. ചിലപ്പോൾ ഒരു ഷിപ്പ് യാർഡിലുള്ള ഒരു എപ്പിസോഡൊക്കെ ഉണ്ടായിരുന്നു, 5-6 ആമത്തെയൊക്കെയാണ്. അതിൻ്റെ സ്റ്റേജിങ് ഒക്കെ അടിപൊളിയാണ്. അതായത് മകളിപ്പുറത്തുണ്ട്, തൊട്ടിപ്പുറത്ത് ഒരു ഫ്രീസറിനകത്ത് മകളുണ്ട്, തൊട്ടിപ്പുറത്ത് മൂപ്പരിങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും.
ഇവിടെ എത്തുമ്പോഴേക്കും മകൾ വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ടാവും. അങ്ങനെ തൊട്ടടുത്ത് ഈവൻ ആക്ച്വലി ആ ഒരു ക്യാരക്ടർ കാണും മകൾ തൊട്ടപ്പുറത്തുണ്ട്, പക്ഷേ എത്താൻ പറ്റില്ല. അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ട്. സോ നമ്മളെ ഭയങ്കരധികം അഡ്രിനാലിൻ റഷ് നടത്തി നമുക്കൊരു എൻഗേജിങ് ഫാക്ടർ തന്ന്, നമുക്ക് ആ ഒരു ക്യാരക്ടേഴ്സിനോട് ഇമോഷൻ തന്ന്, നല്ല ബോണ്ടിങ് തന്ന്, ഇവരുടെയൊക്കെ എത്തണം അല്ലെങ്കിൽ ആ കുട്ടീനെ കണ്ടുപിടിക്കണം എന്നുള്ളത് നമ്മുടെ കൂടി ആവശ്യമായിട്ട് പോകുന്ന പോലെയാണ് ഈ സാധനം പോകുന്നത്. സോ ഒരു കോസ് ഉണ്ട്, വെറുതെ വന്ന് അടി ഉണ്ടാക്കുകയല്ല. ആ ഫൈറ്റിനൊരു കോസും ഒരു റീസണിങ് ഒക്കെ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാൻ നല്ല എൻഗേജിങ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതിൽ ഫുൾ ബ്രൂട്ടലായിട്ടുള്ള ആക്ഷൻ സീക്വൻസുകൾ മാത്രമല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഹ്യൂമർ ഒരു നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞില്ല, ഒരു മിലിറ്ററി യൂണിഫോമിൽ വരുന്ന ഒരു ചങ്ങായിയുണ്ട്, ഇങ്ങേരുടെ ഫ്രണ്ടാണ്. ഇയാളെ വെച്ചിട്ട് ഇടയ്ക്ക് പോകുന്നൊരു സാധനം ഞാൻ ആദ്യം വിചാരിച്ചു ഇതെന്താ ആസ്ഥാനത്തുള്ള കോമഡി എന്നൊക്കെ ആദ്യം നമുക്ക് തോന്നും. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഈ സാധനം നല്ല നല്ല അടിപൊളി. ആ ഒരു ക്യാരക്ടറിനെ അങ്ങനെയാണ് സ്റ്റേജ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വെറുതെ ഒരു കോമഡി പീസ് എന്നല്ല, ആൾ നല്ല അടിക്കും, നല്ല അടിയാണ്. പക്ഷേ അതിൻ്റെ കൂടെ നല്ല കോമഡിയാണ്. ചില സീക്വൻസുകളിൽ കൊണ്ട് മാത്രം ഇവരൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന കുറേ സെറ്റപ്പുകളുണ്ട്. ഇവരുടെ 3 പേരുടെ ആ ഒരു ട്രയോ വരുന്ന സമയത്ത് ഇവർ 3 കൂടി ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ കിടന്ന് അടി ഉണ്ടാക്കില്ല, അതേപോലെ ആ ഒരു ബോണ്ടിങ് വരുന്ന സമയത്ത് ഇവരുടെ അടിയുണ്ട്. ഇവർ ഒരുമിച്ച് കാറിലൊക്കെ പോകുമ്പോഴും നീ എന്തിനോടൊപ്പം ഇങ്ങോട്ട് വന്നതെന്നുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല രസമാണ് ഒരു ക്യാരക്ടറും. ആ ഒരു കരാട്ടെ മാഷായിട്ടുള്ള ക്യാരക്ടറും അടിപൊളിയാണ്. ഈവൻ മകളെപ്പോലും വെറുതെ ഒരു കോമഡി പീസ് ആക്കാതെ ആളും കുറച്ച് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഓരോ ആൾക്കാരുടെ കയ്യിൽ എത്തുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആ ഒരു ക്യാരക്ടർ നോക്കുന്നുണ്ട്. സോ ഇങ്ങനെ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല രസമുള്ള കുറേ നല്ല ക്യാരക്ടേഴ്സിനൊക്കെ സ്റ്റേജ് ചെയ്ത് നല്ല പ്രോപ്പർ ആക്ഷൻ സെറ്റ് പീസസുള്ള നല്ല എൻഗേജിങ് ആയിട്ടുള്ള സ്റ്റോറി ലൈനുള്ള സീരീസാണ്. ആക്ഷൻ അടിപൊളിയാണ്. ഇതിന് ആക്ഷൻ കൊറിയോഗ്രഫി പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതിൻ്റെ സ്റ്റേജിങ്ങും അതിൽ ഒരു സ്ലോ മോഷൻ സീക്വൻസുകളും പിന്നെ ഈ ആക്ഷനെ പറ്റിയിട്ടുള്ള ഒരു ബിൽഡപ്പും കാര്യങ്ങളും ഈ ഓറ ഫാമി എന്നൊക്കെ പറയില്ല, ആ സാധനമൊക്കെ നമുക്കിതിൽ അതേപടി തന്നെ കാണാം. കുറേ മാസ് സീനുകളൊക്കെ ഉണ്ട്. സോ ഒരു പക്ക ആക്ഷൻ മാസ് ഒരു മസാല പടം കാണുന്ന ഒരു സെറ്റപ്പിലാണ് ഞാൻ കണ്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ ഫിനാലെ കൂടി കണ്ടു നോക്കണം. ഫിനാലെ ഇന്നാണ് റിലീസാവുക. സോ എല്ലാവരും ആക്ഷൻ സീരീസുകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപോകുക. ഇപ്പോൾ ടീച്ച് യു ലെസൺ കണ്ടിട്ട് അതിൽ ആക്ഷൻ കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഇതിൽ ഫുൾഫിൽ ആവും. പക്ഷേ ടീച്ച് യു ലെസൻ്റെ ഉദ്ദേശം അങ്ങനെ ആയിരുന്നില്ല, ആക്ഷൻ മാത്രം കാണിക്കലായിരുന്നില്ല. അതിൽ ആക്ഷൻ ഉണ്ട്, പക്ഷേ അതിൻ്റെ മെയിൻ ഉദ്ദേശം ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു ചേഞ്ച് വന്നാൽ, അങ്ങനെ ഒരാൾ വന്നാൽ എങ്ങനെ ഇരിക്കുന്നവർ കാണിച്ചിരുന്നു. ദെൻ ഇതുപോലെ തന്നെ വേറൊരു സീരീസും കൂടി ഇറങ്ങിയിട്ടാണ്, ഞാൻ കണ്ടില്ല, വണ്ടർഫുൾസ് എന്ന് പറഞ്ഞാണ്. അതിൻ്റെ ഒരു 1-2 എപ്പിസോഡുകൾ കണ്ടു തുടങ്ങി, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. അതും ഇതുപോലെ ഒരു സൂപ്പർ ഹീറോ സെറ്റപ്പിലൊക്കെ ആയിരുന്നു. സോ നെറ്റ്ഫ്ലിക്സിൽ റീസെൻ്റ്ലി വരുന്ന കൊറിയൻ സീരീസുകളെല്ലാം തന്നെ നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ്. ഇപ്പോൾ ടീച്ച് യു ലെസണും ഈ വണ്ടർഫുൾസും ഈ പറയുന്ന ഏജന്റ് കിം റീആക്ടിവേറ്റഡ് ഒക്കെ തന്നെ. ഈ ഏജന്റ് കിം റീആക്ടിവേറ്റഡ് ആക്ഷൻ സീരീസുകൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കണ്ട. എന്നെ സംബന്ധിച്ച് ഒരു കിടില സാധനമാണ്. ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് സീരീസ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. തീർച്ചയായിട്ടും കണ്ടുപോകാം, അടിപൊളി സാധനം. കണ്ടവരാണെങ്കിൽ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതിൻ്റെ എല്ലാ എപ്പിസോഡും നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.